3 ദിവസങ്ങൾക്ക് മുൻപ് നാം എല്ലാവരും കേട്ടതാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൂടെ പഠിച്ച കൂട്ടുകാർ തന്നെ തലക്കടിച്ചു കൊലപ്പെടുത്തി. ഈ ഒരു സംഗതി നടക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 10-13 കിലോമീറ്റർ മാത്രം അകലെയുള്ള താമരശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. നമ്മുടെ കൺമുമ്പിൽ കൊലപാതകങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യം കേരളത്തിൽ അങ്ങോളം ഇന്നും എല്ലാ ദിവസവും ന്യൂസ് ചാനലുകളിൽ തുറന്നു നോക്കുന്ന സമയത്ത് നിരന്തരമായി കൊലപാതക വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇന്നേ ദിവസം ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടുകാരൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ SSLC എക്സാം എഴുതേണ്ടതായിരുന്നു. എന്നാലോ അവനെ കൊല ചെയ്ത ആ 5 ആളുകൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനോടുകൂടിയും എക്സാം എഴുതാനുള്ള സാഹചര്യം തുറന്നു കൊടുക്കുകയാണ് നമ്മുടെ സർക്കാരുകൾ. ഷിഹാബ് എഴുതാത്ത എക്സാം അവരൊരിക്കലും എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അരുംകൊല ചെയ്ത 5 വിദ്യാർത്ഥികൾക്കെതിരെ നിരവധി സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലെനിക്ക് ഏറെ വേറിട്ട് തോന്നിയത് ഒരു ടീച്ചർ അമ്മയാണ്. ആ അമ്മ പറയുന്നുണ്ട്, റിട്ടയർഡായ ടീച്ചർ പറയുന്നുണ്ട്, ഇസ്ലാമിക നിയമങ്ങൾ, അറബ് രാജ്യങ്ങളിലെ നിയമങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണം. കൊല ചെയ്തവനെ കൊല ചെയ്യണം, തിരിച്ചവനെ കൊല്ലണം എന്നുള്ള നിയമം ഇവിടെ നടപ്പാക്കണം. കൈവെട്ടണം, കാല് വെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ടീച്ചർ അമ്മ അങ്ങനെ പറയുന്നത്? ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഇനി നടക്കാതിരിക്കാൻ ടീച്ചർമാർക്കിപ്പോൾ മക്കളെ തല്ലാൻ പേടിയാണ്, ഉമ്മമാർക്ക് പേടിയാണ്, അവർക്കെതിരെ കേസ് കൊടുക്കുമോ എന്നുള്ള ആദിയാണ്, പേടിയാണ്. ആ ഒരു സാഹചര്യം വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടീച്ചറമ്മ നിർവികാരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വർത്തമാനങ്ങളൊക്കെ ന്യൂസിലൂടെ കാണുന്ന സമയത്ത് ഏറെ സങ്കടം തോന്നുകയാണ്. എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാൻ തോന്നുന്നത് എന്നുള്ളത് ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വരാൻ ഏറെ പ്രമോട്ടാവുന്നത് ഒരു പക്ഷേ സിനിമകളാവാം. ഇത്തരത്തിൽ ലഹരിയെ പ്രമോട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ കൊലപാതകങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന, സ്ത്രീകളെ, മക്കളെ പീഡിപ്പിക്കുന്ന സിനിമകൾ ഇറങ്ങുന്ന സാഹചര്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സിനിമകളെ തീർച്ചയായും ബാൻ ചെയ്യാനുള്ള നിയമം നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജീവൻ രക്ഷിക്കുന്നവരെ പോലും കൊല ചെയ്യുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഇല്ലാതിരിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും നമ്മുടെ സർക്കാരുകൾ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.